5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വോട്ട് CPM-ന് കിട്ടിയെന്ന് കോൺഗ്രസിന് കിട്ടിയെന്ന് CPM, BJP-യും RSS-ഉം CPM-ഉം CPI-യും കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധമുണ്ട്, എല്ലാവരുമായി പരസ്പര ബന്ധമുണ്ടെന്നുള്ള വാദപ്രതിവാദങ്ങൾ. അതിൽ ഗോവിന്ദൻ മാഷാണ് ആദ്യം ഇത് തുറന്നുവിട്ടത്. മാതൃഭൂമിയിലെ അഭിലാഷ് മോഹൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൂടെ തുറന്നുവിട്ടത് ഗോവിന്ദൻ മാഷാണ്. അതിനുശേഷം സ്വരാജ് വേറെ ചില താത്വിക വിശകലനമായി വന്നു. പിണറായി വിജയൻ കുറച്ചുകൂടി ആഴത്തിലുള്ള വിശേഷങ്ങളുമായി വന്നു. ജനസംഘത്തിൻ്റെ പഴയ നേതാവും BJP-യുടെ ആദ്യകാല പ്രസിഡന്റുമായിട്ടുള്ള രാമൻപിള്ള സാർ ഇതുമായി ബന്ധപ്പെടുത്തി വിശേഷങ്ങൾ വന്നു. എല്ലാവരും ഇതിനകം തന്നെ അവരവരാൽ കഴിയുന്ന രീതിയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഇവരെല്ലാവരും പറയുന്നത് ശരിയാണ്. പിന്നെ പിണറായി വിജയൻ പറയുന്നത് ശരിയാണ്, ഗോവിന്ദൻ മാഷ് പറയുന്നത് ശരിയാണ്, സ്വരാജ് പറയുന്നതും ശരിയാണ്, രാമൻപിള്ള പറയുന്നതും ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു ശരിയുണ്ട്. RSSകാർ 1977 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, ജനസംഘം എന്ന ഉണ്ടായിരുന്ന പാർട്ടി ജനതാ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വ്യാപകമായി CPM-ന് വോട്ട് ചെയ്തു. കൂത്തുപറമ്പിൽ പിണറായി വിജയൻ ജയിക്കുന്നതിന് 700 വോട്ടിൽ നിന്ന് തൊട്ട് മുമ്പുള്ള 700 വോട്ടിൽ നിന്ന് 4000 വോട്ടിലേക്ക് ആ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി RSSകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ആഹ്വാനം ചെയ്ത് തന്നെയാണ് കിട്ടിയത്, അല്ല വെറുതെ RSS വരെ CPM വോട്ട് ചെയ്തതല്ല. RSSൻ്റെ ശാഖകളിലും മറ്റിടങ്ങളിലും ജനസംഘത്തിൻ്റെ അന്നത്തെ ഭാസ്കര റാവുജിയുടെ നിർദ്ദേശപ്രകാരം രാമൻപിള്ള, അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാമൻപിള്ള P. ഗോവിന്ദപിള്ളയെ പോയി കാണുകയും ദേശാഭിമാനിയിലുള്ളായിരുന്നു അന്ന് വർക്ക് ചെയ്തിരുന്ന P. ഗോവിന്ദപിള്ള CPM-ന്റെ സൈദ്ധാന്തികനും താത്വിക ആചാര്യനുമായിട്ടുള്ള ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയുടെ അമ്മാവനായിട്ടുള്ള അതേ പാർവതിയുടെ PSC മെമ്പർ പാർവതിയുടെ പിതാവായിട്ടുള്ള P. ഗോവിന്ദപിള്ളയെ പോയി കാണുകയും അവർ രാമൻപിള്ളയും ഗോവിന്ദപിള്ളയും തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് EMS-ൻ്റെ അടുത്ത് എത്തുകയും അത് അവസാനം പിണറായി വിജയൻ്റെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്ത് നയനാരുടെ അടുത്തും VS-ൻ്റെ അടുത്തൊക്കെ എത്തുകയും എല്ലാവരുടെ മൗനാനുവാദത്തോടു കൂടി വ്യാപകമായി വോട്ട് RSS-ൻ്റെ വോട്ട് CPM-ന് കിട്ടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചറിൻ്റെ അച്ഛൻ, അവർ RSSകാരനായിരുന്ന അദ്ദേഹം, ഹിന്ദുവാദിയായിരുന്ന അദ്ദേഹം CPM-ന് വോട്ട് ചെയ്യാൻ മടിച്ച് അസാധുവാക്കി, എല്ലാവർക്കും വോട്ട് ചെയ്ത് അസാധുവാക്കി എന്നുള്ള വാർത്ത ശശികല ടീച്ചർ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. 77 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കൂത്തുപറമ്പിൽ വെച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. MD രമേശിൻ്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്, പഴയ വാർത്താ സമ്മേളനമാണ്. ഊതുമയിൽ KG മാരാർ BJP-യുടെ മത്സരിച്ചപ്പോൾ ബൂത്ത് ഏജൻ്റായിട്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അതനുസരിച്ച് ഗോവിന്ദൻ മാഷ് പറയുന്നത് കറക്റ്റാണ്. ഇനി സ്വരാജും പിണറായിയും പറയുന്നതിൻ്റെ കറക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ 1977 ജനുവരിയിലാണ് പിന്നെ ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ 6 പാർട്ടികളും കേരളത്തിലൊരു പാർട്ടിയും ചേർന്ന് 7 പാർട്ടികൾ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ 1974 ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ 7ഓളം പാർട്ടികൾ ചേർന്ന്, വടക്കേ ഇന്ത്യയിലെ 7ഓളം പാർട്ടികൾ ചേർന്ന് ജനതാ പരിവാറുണ്ടായി. അതിനുശേഷം 77 ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനപ്രകാരം നിജലിംഗപ്പ, അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്ന സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന നിജലിംഗപ്പയും അതുപോലുള്ള സംഘവും എല്ലാം കൂടെ ചേർന്ന് വടക്കേ ഇന്ത്യയിലെ 6 പാർട്ടികളും തെക്കേ ഇന്ത്യയിലെ ജനസംഘം എന്ന് പറയുന്ന RSSൻ്റെ പാർട്ടി, RSS രൂപം കൊടുത്തിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ പരിഷ്കൃത രൂപമായുള്ള ജനസംഘത്തിൻ്റെ പാർട്ടിയും കൂടി ലയിച്ചതാണ് ജനതാ പാർട്ടിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനുവരിയിലാണ് ലയനം നടക്കുന്നത്. 77 ഈ വർഷങ്ങളൊക്കെ പ്രേക്ഷകർ ഓർത്തിരിക്കണം. ജനങ്ങളെ പറ്റിക്കുന്നതിനൊരു കണക്കുണ്ട്, ആരായാലും ഞാനായാലും നിങ്ങളായാലും. ജനുവരിയിൽ ജനസംഘം ജനതാ പാർട്ടി ചേരുന്നു. മാർച്ച് മാസത്തിൽ 1977 മാർച്ച് മാസത്തിലാണ് എന്ത് തിരഞ്ഞെടുപ്പ് വരുന്നത്? കൂത്തുപറമ്പ് തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ RSSൻ്റെ നേതൃത്വത്തിലുള്ള ജനസംഘം പാർട്ടി ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയിലേക്ക് ലയിച്ച് 3 മാസമേ ആയിട്ടുള്ളൂ. ജനുവരിയിൽ നടക്കുന്നു, പിന്നെ 3 മാസം. ആ സമയം കൊണ്ടാണ് രാമൻപിള്ള സാറ് ഗോവിന്ദപിള്ളയെ പോയി കണ്ട് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് ശിവദാസ മേനോൻ മത്സരിച്ചപ്പോൾ LK അദ്വാനി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുന്നതാണ്. വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. LK അദ്വാനിയും വാജ്പേയിയും EMS-ഉം ജ്യോതിബസും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ഡൽഹിയിൽ യോഗം ചേർന്നിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് 1975 ജനുവരി മാസത്തിൽ P. സുന്ദരയ്യ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്ന നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന P. സുന്ദരയ്യ രാജിവെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി, മൈ റെസിഗ്നേഷൻ.
അപ്പോൾ ആ പുസ്തകത്തിനകത്ത് എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറയുന്ന കുറേ കുറിപ്പുകളാണ്. അത് പിന്നെ പുസ്തകമായി സുന്ദരയ്യയുടെ മരണശേഷം ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മൈ റെസിഗ്നേഷൻ എന്ന പുസ്തകത്തിൽ സുന്ദരയ്യ പറയുന്നുണ്ട്, RSS എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ സംഘടനയാണ്, അത് ഹിന്ദുത്വ ആശയം കൊണ്ടുപോകുന്ന സംഘടനയാണ്, അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ശക്തമായി എതിർക്കുന്നു, അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനെ ബന്ധമുണ്ടാക്കുന്നത് കൊണ്ട് ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് സുന്ദരയ്യ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരയ്യ രാജിവെച്ചത് BJPയുടെയും CPMൻ്റെയും ബന്ധം വെച്ചിട്ടാണ്. 1980-ലാണ് BJP ഉണ്ടാകുന്നത്. ജനസംഘമുണ്ടായി 1951-ൽ ജനസംഘമുണ്ടാകുന്നു. ദീനദയാൽ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ ആണ് അദ്ദേഹം വരുന്ന ആദ്യത്തെ പ്രസിഡന്റ്. അത് 77 വരെ പോയി. 77-ൽ ജനസംഘമുണ്ടാകുന്നു. ജനസംഘം 80 ആകുമ്പോൾ BJP ഉണ്ടാകുന്നു. അപ്പോൾ BJP എന്ന് പറയുന്നത് 80-ലേ ഉള്ളൂ. പക്ഷേ 80-ന് മുമ്പുള്ള ജനസംഘത്തിലും ജനതാ പാർട്ടിയിലും അതിനു മുമ്പുള്ള ജനസംഘത്തിലും പ്രവർത്തിച്ചിരുന്ന RSSകാർ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ CPMുമായും കോൺഗ്രസുമായും ബന്ധമുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ്സുകാർ ഇതിനകത്ത് വലിയ ബഹളം പിടിച്ച് CPMനെ മാത്രം കുറ്റം പറയേണ്ട. 1960-ലെ പട്ടാമ്പി തെരഞ്ഞെടുപ്പിൽ EMSനെതിരെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ RSSൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി RSSൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി RSSൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. 71-ൽ AK ഗോപാലൻ AKജിയുടെ തിരഞ്ഞെടുപ്പിലും ഇതുപോലൊരു പിന്മാറ്റം നടന്നിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു അധ്യാപകൻ RSSൻ്റെ ജില്ലാ കാര്യവാഹകൻ മത്സരിക്കാൻ തീരുമാനിച്ചു. അവസാനം കോൺഗ്രസിന് വേണ്ടി പിന്മാറിയിട്ടുണ്ട്. പിന്നെ 70-കളിലും 80-കളിലും 90-കളിലും കേട്ടിട്ടുള്ളൊരു വാർത്ത, എപ്പോഴാണോ കോൺഗ്രസിന് വോട്ട് കൂടി കോൺഗ്രസ് ജയിക്കുന്നത് അപ്പോഴൊക്കെ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ BJPക്ക് വോട്ട് കുറയുമോ അവിടെയൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായി കോൺഗ്രസ്സിന് അനൗപചാരികമായി വോട്ട് കൊടുത്തതായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വശത്ത് രഹസ്യമായും പരസ്യമായും എല്ലാവരും RSSൻ്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ പറയുന്നതും ശരിയല്ല, സ്വരാജ് പറയുന്നതും ശരിയല്ല. സാങ്കേതികമായി അവരെല്ലാം ഇങ്ങനെ പറയാം, നമുക്ക് തീയതി വെച്ചും പാർട്ടി വെച്ചുമൊക്കെ പറയാമെങ്കിലും കാടുകട്ടി RSSകാരുടെ ഒരുപാട് വോട്ട് കൂത്തുപറമ്പിൽ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. ശിവദാസ് മേനോന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വടകരയിൽ മാധവൻകുട്ടി മത്സരിച്ചപ്പോൾ കോലീബി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ലീഗ് BJP കോലീബി സഖ്യം എന്ന് പറഞ്ഞ് കേരളത്തിലാകെ പ്രചരണം EMSൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചതാണ്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ചരിത്രത്തിൽ ഇതെല്ലാം കിടപ്പുണ്ട്, ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. ചരിത്രത്തെ നോക്കി ആരും എന്തു ചെയ്യരുത്, ബഹളമുണ്ടാക്കരുത്. പല്ലിയിരുന്ന് ചലയ്ക്കുന്ന പോലെ ചരിത്രത്തെ നോക്കി ചലയ്ക്കുന്നത്